ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 30-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങൾക്ക് തീരുമാനമാകും മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും കൊല്ലപ്പെട്ടേക്കാം എന്നാണോ? അതോ അയാളുടെ കൈകൊണ്ട് തന്നെ എല്ലാവരും മരിച്ചു പോകും എന്നാണോ? അയാൾ പറഞ്ഞതിന് എന്തോ ഒരു ദുഷ്ടലാക്കില്ലേ? എല്ലാത്തിലും അതിശയിക്കുന്ന കാര്യം തങ്ങൾ മനസ്സിൽ കാര്യം വിചാരിക്കുന്ന സമയത്ത് തന്നെ അയാൾ എങ്ങനെ അത് മനസ്സിലാക്കുന്നു എന്നതാണ്. പലപ്പോഴും ഉടൻ തന്നെ അയാൾ അതിന് മറുപടി പറയുന്നുണ്ട്. അയാൾക്ക് ഒന്നുകിൽ പരഹൃദയജ്ഞാനമുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യകൾ പ്രയോഗിക്കുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ വെറുതെ ഒരു പറച്ചിൽ പറയുന്നതാകാം. പരഹൃദയജ്ഞാനമുള്ള ആളുകൾക്കാണെങ്കിലും നേരിട്ട് കാണാത്തവരെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇയാൾ പ്രയോഗിക്കുന്നത് മറ്റെന്തെങ്കിലും തന്ത്രമായിരിക്കണം. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന 3 പേർക്കും സമയം വൈകുന്നതിൻ്റെ അസ്വസ്ഥത ഉണ്ട്. സന്ധ്യ കഴിയുന്നതിന് മുൻപ് ഇവിടെ നിന്നിറങ്ങാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഒരു കാരണവശാലും നാണുവിന് സംഭവിച്ചതുപോലുള്ള ഒരു അപമൃത്യു തങ്ങൾക്കുമുണ്ടാകാതെ നോക്കാൻ കഴിയും എന്നായിരുന്നു അവരുടെയും പ്രതീക്ഷ. ഞാൻ എങ്ങനെ നിങ്ങളുടെ മനോവ്യാപാരങ്ങൾ മനസ്സിലാക്കുന്നു എന്നതല്ലല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതെങ്ങനെയുമാകട്ടെ, നമുക്ക് എങ്ങനെ ഈ ഫ്ലാറ്റുകൾ വിറ്റ് തീർക്കാൻ കഴിയും എന്നതല്ലേ. അത് തീർന്നതിന് ശേഷം അടുത്ത നിർമ്മാണം നടത്തണം. എങ്കിൽ മാത്രമേ നമ്മിലേക്ക് കൂടുതൽ പണം വരികയുള്ളൂ. അത് വളരെ നല്ല കാര്യമാണ്. കൂടുതൽ പണം വരുന്ന എല്ലാ കാര്യത്തിനും സഹകരിക്കാൻ അവർ തയ്യാറാണ്. പണത്തോടുള്ള ആർത്തി കൊണ്ടാണ്. അപകടമില്ലാത്ത വഴികളാണെങ്കിൽ അത് കൂടുതൽ നല്ലത്. എങ്കിൽ മാത്രമല്ലേ ജീവനോടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന സമ്പത്ത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. സാർ പറഞ്ഞതുപോലുള്ള മാർഗങ്ങൾ ഞങ്ങൾ പരിശ്രമിക്കാം. എല്ലാവരെയും കാണുകയും ചെയ്യാം. വെങ്കിടേഷിനോടടക്കം വിവരം പറഞ്ഞേക്കാം. 2 ദിവസം അനുവദിച്ച സമയമുണ്ടല്ലോ. ആ സമയം മുഴുവൻ ഇതിനായി ചെലവഴിക്കാം. അത് കഴിയുമ്പോൾ വിവരമറിയാനുള്ള മാർഗം ഉണ്ടല്ലോ. അതുപയോഗിച്ച് വിവരമറിയിക്കുകയും ചെയ്യാം. ഇനി കൂടുതലൊന്നുമില്ലെങ്കിൽ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്താൽ നന്നായിരുന്നു. അവരുടെ മനസ്സുകളെ ഭയം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ മുറിയിൽ വെച്ച് മീറ്റിംഗ് നടത്തുന്നതാണ് ആ ഭയത്തിൻ്റെ ഒരു കാരണം. നാണുവിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ നാണുവിനെ ഇല്ലായ്മ ചെയ്തവരുടെ ആത്മാക്കൾ ഇവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് ഇവരെയും ഇല്ലായ്മ ചെയ്ത് കളയുമോ എന്നതാണ് അവരുടെ ഭയം. പേടിയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. അതിൽ ന്യായമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അങ്ങനെ ഭയന്നിട്ട് എവിടേക്ക് നമ്മൾ ഓടി ഒളിക്കാൻ പോകുന്നു? വരാനുള്ളത് കൃത്യമായി വരിക തന്നെ ചെയ്യും. കർമ്മഫലം കൃത്യമായി അനുഭവിക്കുകയും ചെയ്യും. അത് ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം അവന് മുക്തിയില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആധിപ്പെടാതെ വരുന്നത് അതുവഴി വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നതാണ് സന്തോഷകരമായി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി. സന്തോഷകരമായി ജീവിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ അവർ തന്നെ ആദ്യമേ ഇല്ലായ്മ ചെയ്യുകയാണല്ലോ ചെയ്തത്. പണത്തിനു വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ച് നേടാൻ ശ്രമിക്കുന്നത് മനസ്സമാധാനം ഇല്ലായ്മ ചെയ്യുന്ന പണിയാണ്. അതിലാണല്ലോ അവർ തുടങ്ങിയത്. പിന്നെ മനസ്സമാധാനം വേണമെന്ന് ആശിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇന്നിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് കാര്യമായി ഒന്നും ചോദിക്കാനും ഇല്ലല്ലോ. ഒരിക്കലും അത് അങ്ങനെയല്ലല്ലോ. ഇന്നെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മതിയാക്കാം. ഒന്നും ചോദിക്കാനുള്ളതായി അവർക്ക് 3 പേർക്കും തോന്നിയില്ല. അവർ മൗനം അവലംബിച്ചു. ആ മൗനം അവരുടെ സമ്മതമായിട്ടാണ് അയാൾ കണക്കാക്കിയത്. അതുകൊണ്ട് മീറ്റിംഗ് അവിടെ അവസാനിച്ചു. ഇപ്പോൾ അവർക്ക് മുൻപിൽ കാണുന്നത് വെളിച്ചമില്ലാത്ത ആ സ്ക്രീൻ മാത്രം.
ഓരോരുത്തരായി എഴുന്നേറ്റ് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കമാണ്. എന്നാലും എൻ്റെ ഈപ്പച്ച, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അയാൾക്ക് എങ്ങനെ പിടികിട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനുള്ള എന്തെങ്കിലും കുന്ത്രാണ്ടങ്ങൾ അയാൾ നമ്മളുടെ ശരീരത്തെങ്ങാനും പിടിപ്പിച്ചിട്ടുണ്ടാകുമോ? പൊതുവെ അധികം സംസാരിക്കാത്ത ആളാണ് ഡോമിനി. അവന് പോലും ഇത് കേട്ടിട്ട് സംസാരിക്കാനാണ് തോന്നുന്നത്. അവിശ്വസനീയമായ കാര്യമാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആർക്കായാലും പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? നീ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പിടിപ്പിക്കണമെങ്കിൽ തന്നെ അത് നമ്മളറിയാതെ പറ്റുന്നതെങ്ങനെ? അത്രയും ചെറിയ സാധനങ്ങൾ നമ്മളുടെ ശരീരത്തെവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കാൻ കഴിയുന്നതൊന്നും ഇന്ന് നിലവിലില്ല. എന്നാൽ ഈപ്പച്ചൻ്റെ അഭിപ്രായം അയൂബിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അയാൾക്ക് ശാസ്ത്രീയ ഉപകരണങ്ങളെക്കുറിച്ച് മറ്റ് 2 പേരേക്കാൾ കുറച്ചുകൂടി അറിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ തൻ്റെ ധാരണ മറ്റുള്ളവരുമായി പങ്കുവച്ചത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെ പിടിപ്പിക്കാൻ കഴിയുന്ന തരം ചിപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. വ്യാപകമായിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യക്കാർക്ക് അത് ലഭിക്കും. സ്വാധീനമുള്ളവർക്ക് പ്രത്യേകിച്ചും. അതൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയോ മറ്റോ ചെയ്യുമ്പോൾ ആണെങ്കിൽ ആരും അറിയാതെ നമ്മുടെ ശരീരത്തിൽ അത് പിടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഈ അടുത്ത കാലഘട്ടത്തിലെങ്ങും ആശുപത്രികളിൽ എവിടെയും അഡ്മിറ്റ് ആയിട്ടില്ല. അത് മാത്രമാകണം എന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ തങ്ങളുടെ ശരീരത്തിൽ അത്തരം സാധനങ്ങളൊന്നും പിടിപ്പിച്ചിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. എനിക്കെന്തായാലും സമാധാനമായി. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെങ്കിലല്ലേ ഇത്തരം സാധനങ്ങൾ ഏതെങ്കിലും എൻ്റെ ശരീരത്തിൽ പിടിപ്പിക്കുകയുള്ളൂ. അയൂബിന് സമാധാനമായി. അവരെല്ലാവരും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ബാക്കി 2 പേരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അയൂബ് മാത്രമേ ഉള്ളൂ. അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ഉണ്ടായിരുന്ന ഭിത്തിയിലേക്ക് ഒന്ന് നോക്കി. അവിടെ എന്തോ വ്യത്യാസമുള്ളതുപോലെ. ചെറിയ ഇളക്കമുണ്ടോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് മറ്റന്നാൾ പോസ്റ്റ് ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. ഓക്കേ.